സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യണമെന്നോർത്ത് എപ്പോഴെങ്കിലും കൺഫ്യൂഷനായിരുന്നിട്ടുണ്ടോ? നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി എങ്ങനത്തെ പോസ്റ്റുകളാണ് ഇടേണ്ടതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു പേടിയുണ്ടല്ലോ, അതിനെ ഒരു കിടിലൻ അവസരമാക്കി മാറ്റാൻ പറ്റുന്ന ചില വഴികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വീണ്ടും ആ ബ്ലാങ്ക് സ്ക്രീനിലേക്ക് എന്നെ നോക്കിയിരിക്കുവാണോ? എന്തെഴുതണം, എവിടെന്ന് തുടങ്ങണം, ഒരു പിടിയുമില്ലാത്ത അവസ്ഥ. പക്ഷേ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സത്യം പറഞ്ഞാൽ ഇത് നമ്മളിൽ പലർക്കും എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. ശരിക്കും എന്തൊക്കെയാ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്? മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നുള്ള പേടി അല്ലേ? പിന്നെ എന്തു പറഞ്ഞാലും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു വാശി. ചിലപ്പോൾ തോന്നും, അയ്യോ എനിക്ക് പറയാൻ മാത്രം അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ എന്ന്. അല്ലെങ്കിൽ പറയുന്നത് വല്ല മണ്ടത്തരവുമായാലോ എന്ന പേടി. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള പേടികളാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമെന്താണെന്നറിയോ? നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് വെറുതെ കുറച്ച് ലൈക്കുകളോ കമൻറ്റുകളോ അല്ല, ശരിക്കുമുള്ള അവസരങ്ങളാണ്. നല്ല കണക്ഷനുകൾ, കരിയറിലെ പുതിയൊരു സ്റ്റെപ്പ്, അങ്ങനെ പലതും നമ്മൾ അറിയാതെ തന്നെ മിസ്സായി പോകുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, പ്രൊഫഷണലായി പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കെങ്ങനെ മറികടക്കാം? അതിനൊരു കിടിലൻ വഴിയുണ്ട്, നമുക്കതിലേക്ക് കടക്കാം. ഇതാണ് അതിനുള്ള പരിഹാരം. വീക്ക്ലി ക്രാഫ്റ്റ് സിസ്റ്റം. പേര് കേട്ട് പേടിക്കണ്ട, സംഗതി വളരെ സിമ്പിളാണ്. സ്ഥിരമായി ഒരു ടെൻഷനുമില്ലാതെ പോസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി രീതിയാണിത്. അപ്പോൾ എന്താണ് ഈ വീക്ക്ലി ക്രാഫ്റ്റ് സിസ്റ്റം? സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ വലിയ സ്ട്രെസ്സൊന്നുമില്ലാതെ കിടിലൻ കണ്ടന്റാക്കി മാറ്റാനുള്ള ഒരു ഫ്രെയിംവർക്ക്. ഇതിലൂടെ നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് കൂടും, പുതിയ ആൾക്കാരുമായി കണക്ട് ചെയ്യാനും പറ്റും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? വെറും 4 സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ. സ്റ്റെപ്പ് 1, ഐഡിയകൾ കിട്ടുമ്പോഴേ അത് എവിടെയെങ്കിലും കുറിച്ചു വെക്കുക. സ്റ്റെപ്പ് 2, അതിൽ നിന്ന് ഒന്നെടുത്ത് ഒരു സിമ്പിൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക. സ്റ്റെപ്പ് 3, ആ ഡ്രാഫ്റ്റ് ഒന്ന് മിനുക്കിയെടുക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഷെഡ്യൂൾ ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, ആഴ്ചയിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ റൊട്ടീൻ. ഓക്കെ, തിയറിയൊക്കെ കൊള്ളാം, പക്ഷേ ഇത് ശരിക്കും എങ്ങനെയാണ് വർക്കാവുന്നത്? വാ, നമുക്കിത് പ്രായോഗികമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായി 3 അടിപൊളി പോസ്റ്റ് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാമ്പിൾ. ഒന്നോർത്തു നോക്കൂ. ഈ ആഴ്ച പ്രോജക്റ്റ് മാനേജ്മെന്റിൽ എനിക്കൊരു അടിപൊളി പാഠം കിട്ടി. കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ഞാൻ ശരിക്കും പഠിച്ചു. ആ ഒരു ചെറിയ മാറ്റം പ്രൊജക്റ്റിലുണ്ടാക്കിയത് വലിയൊരു വ്യത്യാസമാണ്. ഈ പോസ്റ്റ് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നറിയോ? കാരണം ഇത് വായിക്കുന്ന ആൾക്ക് എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പെർഫെക്റ്റ് അല്ലെന്നും നമ്മളും തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നുണ്ടെന്നും ഇത് കാണിക്കുന്നു. അതൊരു കണക്ഷൻ ഉണ്ടാക്കും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇത് കുറച്ചുകൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ടൈപ്പാണ്. മാർക്കറ്റിംഗിൽ AI-യുടെ ഭാവിയെക്കുറിച്ച് ഞാനൊരു കിടിലൻ ആർട്ടിക്കിൾ വായിച്ചു. അതിലെന്നെ ഏറ്റവും ഞെട്ടിച്ചത് കസ്റ്റമർ പേഴ്സണലൈസേഷനിൽ AI ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ്. ഈയടുത്ത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച് എന്തെങ്കിലും നിങ്ങൾ വായിച്ചിരുന്നോ? ഇത് വർക്കാവാനുള്ള കാരണമെന്താ? 1, നമ്മൾ പുതിയൊരു അറിവ് പങ്കുവയ്ക്കുന്നു. 2, വായിക്കുന്ന ആൾക്കൊരു കൗതുകമുണ്ടാക്കുന്നു. 3, ആ ഒരു ചോദ്യത്തിലൂടെ നമ്മളൊരു സംഭാഷണം തുടങ്ങുകയാണ്. ഇത് എൻഗേജ്മെന്റ് കൂട്ടാനുള്ളൊരു സൂപ്പർ വഴിയാണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും എക്സാമ്പിൾ. ഇത് വളരെ പ്രാക്ടിക്കലായ ഒന്നാണ്. പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എൻ്റെ ദിവസം തുടങ്ങാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ 3 സ്റ്റെപ്പ് ട്രിക്ക് ഇതാ. 1, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കുക. 2, ഒരു 25 മിനിറ്റ് ടൈമർ വയ്ക്കുക. 3, ആ ടൈമർ തീരുന്നതുവരെ വേറൊന്നും ചെയ്യാതിരിക്കുക. നാളെ ഇതും ട്രൈ ചെയ്ത് നോക്കുന്നോ? ഇങ്ങനത്തെ പോസ്റ്റുകൾ എപ്പോഴും ഹിറ്റാവും. കാരണം ഇത് ആളുകൾക്ക് ഉപകാരമുള്ള ഒന്നാണ്. വളച്ചുകെട്ടില്ലാതെ നേരെ കാര്യത്തിലേക്ക്. ആർക്കും എളുപ്പത്തിലൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന ഒന്നാണിത്. ഇത് നിങ്ങളെ ആ വിഷയത്തിൽ അറിവുള്ള ഒരാളായി കാണാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ സിസ്റ്റം എന്താണെന്ന് കണ്ടു, കുറച്ച് എക്സാമ്പിൾസും കണ്ടു. ഇനി ചുമ്മാ കേട്ടിരുന്നാൽ മതിയോ? പോരാ, ഇനി ഇത് നേരിട്ട് ചെയ്തു നോക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ആദ്യത്തെ ടാസ്കിലേക്ക് കടക്കാം. അയ്യോ, ടാസ്ക് എന്നൊക്കെ കേട്ട് പേടിക്കണ്ട. വളരെ സിമ്പിളായ ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. നിങ്ങൾക്കിപ്പോൾ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ ആഴ്ച നിങ്ങൾ പുതുതായി പഠിച്ചൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ എന്തെങ്കിലും ഒരു വിഷയം, അതിനെക്കുറിച്ച് ഒരു ചെറിയ പോസ്റ്റ് എഴുതി നോക്കുക. ഒരു ഡ്രാഫ്റ്റ് മതി. പോസ്റ്റ് ചെയ്യണമെന്ന് പോലുമില്ല, ജസ്റ്റ് ഒന്ന് എഴുതി തുടങ്ങുക. അപ്പോൾ എന്തു പറയുന്നു? ഏത് കഥയായിരിക്കും നിങ്ങൾ ആദ്യം പങ്കുവെക്കാൻ പോകുന്നത്? ഒന്നോർക്കുക, നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ പഠിച്ച പാഠങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മടിച്ചു നിൽക്കരുത്, തുടങ്ങിക്കോളൂ.